ഹലോ ഗൈസ്, ഇതെങ്ങോട്ടാണെന്നല്ലേ ഇതെല്ലാം വാരിത്തേച്ച് ഓടുന്നത്. നമ്മുടെ ക്യാൻറ്റീനിലുണ്ടായിരുന്ന ചേട്ടനെ അത്യാവശ്യമായിട്ട് അവരെ നാട്ടിൽ വരെ ഒന്ന് പോകണമായിരുന്നേ. തമിഴ്നാട്ടിന് പോയേക്കുവാണേ. അപ്പം അനിയത്തിയും കുഞ്ഞും തന്നെ ഉള്ളൂ അവിടെ. അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണേ. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടേ. അങ്ങനെ ചുന്ദരിയായി വെയിലത്തൂടെ പറക്കുകയാണ് ഗൈസ്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരു മേലും കൂടെ എത്തി നോക്കിയിട്ട് വേണം പോകാൻ. നമ്മൾ ഇവിടെ തിരക്കൊക്കെ ആവുന്നേ ഉള്ളേ. അപ്പം ഞങ്ങൾ പോട്ടെ. നമ്മളെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അമ്മയുണ്ടായിരുന്നേ. അമ്മേൻ്റെ ചങ്ക് പൊട്ടുന്ന ഒരു കാര്യം പറഞ്ഞു ഗൈസ്, എൻ്റെ മുടി ദാണ്ട് നിറച്ചിരിക്കുന്നു എന്ന്. ഞാൻ നേരത്തെ കളർ ചെയ്തത് ചെമ്പ് കളറായി പശുപാല് പോലെ ആയിപ്പോയി ഗൈസ്. കളർ പോയി കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ടാണ് അമ്മ എന്നെ ഞെട്ടിച്ചത്. പൊന്ന പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് എവിടുന്ന് വന്നതാ വെളിച്ചപ്പാട് വരുന്ന പോലെ ഒരെണ്ണം ഒന്ന് പെട്ടെന്ന് ദാണ്ട് ക്യാമറയിലോട്ടൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. പൊന്ന നോക്കിയപ്പോ ആടിന്റെ ചെവി പോലെ നീളത്തിലൊരു കമ്പലൊക്കെ കിടക്കുന്നു. പൊന്ന അതൊക്കെ ഒന്ന് വലിച്ചു വരച്ചൊക്കെ ഒന്ന് നോക്കി. ഞാൻ ചെന്നപ്പോൾ ദീപായിക്ക് അത്യാവശ്യമായിട്ട് അപ്പുറത്തെ ഹോട്ടൽ വരെ പോണേ. അതിന് അവൾ പോവുകയാണേ. ഇതാണ് നമ്മുടെ അമ്മൂസ് പഠിക്കുന്ന സ്കൂളെ. അമ്മൂസിന്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പം ഇറങ്ങി വരുന്നത് കാണിക്കാവേ. എത്ര പേര് വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നെ? വന്നതേ ചുന്ദരികളെല്ലാം കൂടെ ഫോട്ടോ എടുക്കുക. ഞാനൊക്കെ പഠിച്ച കാലത്ത് ആകെ ഒരു ഫോട്ടോ എടുത്ത് കിടന്നു. 10ാം ക്ലാസ്സിലെ SLCയുടെ സമയത്ത് ഒരു ഫോട്ടോ അവിടെ പതിപ്പിച്ച് വെക്കാനായിട്ട് മാത്രമാണ് നമ്മളൊന്ന് പോയിട്ട് എടുക്കുന്നത്. ഇവർ പോകാൻ നേരത്തെ ഇരട്ടപ്പേരൊക്കെ വിളിക്കുന്ന കേക്കാവേ. അങ്ങനെ കുട്ടികളൊക്കെ പോയി. ഉച്ച തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങള് അപ്പുറത്തെ ഹോട്ടലിലാണ് ചെറുകടികളെല്ലാം ഇരുന്നത്. അതെടുത്തോണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് പോവാണേ ഗായ്സ്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിറക്കി കെട്ടുകയാണ് ഗായ്സ്. ഇവിടെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് അടച്ചു പോവേ. എന്ന് വെച്ചാൽ തുടങ്ങിയതല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ എല്ലാ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനുണ്ട്. ദീപ പറഞ്ഞ കേട്ടോ, സ്കൂൾ വിടുമ്പോൾ വീട്ടിൽ പോകാനുള്ള തിരക്ക് പോലെ വീട്ടിൽ പോകാനായിട്ടുള്ള തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് സ്പീഡിലെല്ലാം ചെയ്ത് പോവാ. ചോറും കറികളും എല്ലാ സാധനങ്ങളും അപ്പുറേന്നാണല്ലോ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നതേ. അപ്പോൾ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുക അവിടെ കൊണ്ട് ഇറക്കാനായിട്ട്. അപ്പം നമ്മുടെ പൊന്ന ചുന്ദരി ഉറങ്ങി. കുറച്ചു നേരം കൊണ്ട് നടന്നപ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ്. വെളിയിലെ കാറ്റ് കൊണ്ടതാലും അവൾ നന്നായിട്ട് ഉറങ്ങി. ഫാനിട്ടാൽ പോലും ചൂട് കാറ്റാണ് വരുന്നത്. ഇത്രയും പേരെ വണ്ടിയുടെ അകത്തും പുറത്തുമായിട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേന് അർജുനും കുട്ടൂസും തമ്മിൽ നല്ല കടിയും കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അർജുനെ പകൽ മുഴുവൻ ഇങ്ങനെ ഞങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഇവ മുറുമി നിൽക്കും. ഞങ്ങൾ പോയി കഴിയുമ്പോൾ അർജുൻ്റെ അടുക്ക മുറുമിക്കൊണ്ട് ചെല്ലുകയും ചെയ്യും, അർജുൻ കൊടുക്കുകയും ചെയ്യും. ഇപ്പം ആ അവസ്ഥ കുട്ടൂസും വന്ന് നിൽക്കുക. കടിച്ചോ? നമുക്ക് നാളെ ആടി കൊടുക്കണേ. മതിയോ? മതിയോ?
കുട്ടൂസിനെ എന്നാ ചെയ്തടാ അർജു? എന്റെ പൊന്നിനെ എന്നാ ചെയ്തു? അമ്മ അവനെ മടി കടത്താനാണ്. നമ്മുടെ പൊന്നിനെ മടി കടത്താനാണോ? എന്നാ പറ്റിയടാ? ജൂലിയാണോ കുഞ്ഞിനെ കടിപ്പിച്ചത്? എന്റെ പൊന്നിനെ കടിപ്പിച്ചത് ജൂലിയാണോ? കുട്ടൂസിന് ഉറങ്ങുവാണോ? ഉറങ്ങിയോ? അപ്പോൾ ശരി ഗായ്സ്, ഇന്നത്തെ അംഗവെട്ടലെല്ലാം കഴിഞ്ഞ് ഇനിയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി ഗായ്സ്.